ഹായ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എന്ത് രാവിലെ എണീറ്റിട്ട് അത് 5 മണിക്ക് തിരുവോണം ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് അനീഷാണ് എന്നെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നിട്ടാ സെറ്റ് മുണ്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സെറ്റ് മുണ്ട് അങ്ങോട്ടങ്ങ് സെറ്റായില്ല. പിന്നെ പെട്ടെന്ന് തന്നെ സാരി അങ്ങ് എടുത്ത് കൊടുത്തിട്ട് സാരി എനിക്ക് അത്രയും പാടില്ല ഉടുക്കാനായിട്ട്. സെറ്റ് മുണ്ട് എനിക്ക് ഇച്ചിരി ഉടുക്കാൻ ഇച്ചിരി ടാസ്ക് ആട്ടാ. പിന്നെ അമ്മേനെ കൊണ്ട് ബ്ലൗസിൻ്റെ കൊടുത്ത് പിടിപ്പിച്ച് മുടിയും തുമ്പൊരു ക്ലിപ്പ് പിടിപ്പിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി പുറത്തിറങ്ങിയിട്ടാ. നല്ല രീതിക്ക് മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരോട് നേരെ പോകുന്നു ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് വന്നിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കാണെങ്കിൽ ശിവേലി നടക്കണം കേട്ടോ. ഞങ്ങൾ എപ്പോൾ വന്നാലും ഈ ഒരു സമയത്താണ് കേട്ടോ വരുള്ളൂ, 6 മണി ആ സമയത്ത്. കാരണം വെച്ചാൽ ശിവേലി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അകത്ത് കയറാം കേട്ടോ. ഇന്നാണ് ഈ മഴ ആയതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളങ്ങനെ ക്യൂ നിൽക്കാനുള്ള ഇവിടെ പോയി നിന്നിട്ടാ. അങ്ങനെ ശിവേലിയൊക്കെ തുടങ്ങി നിന്നിട്ടാ. പക്ഷെ ഞങ്ങൾ കയറി നിന്ന് എന്തായാലും നന്നായി. ഞങ്ങൾ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പുറകിലേക്ക് നല്ല രീതിക്ക് ആൾക്കാരായിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്കൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ ആൾക്കാരായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നട തുറന്ന് അപ്പം തന്നെ ഞങ്ങൾ അകത്ത് കയറി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എനിക്ക് കവിനും തൊഴുത് പൂക്കളം ഇട്ടിട്ടുണ്ട്. പൂക്കളം ഇട്ടതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട്. ഈ പ്രാവശ്യമാണ് ഈ പൂക്കളം ഇട്ട വെറൈറ്റി ആയിട്ടാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം പടിഞ്ഞാറേ നടയിലാണ് 2 പൂക്കളം വരാറ്. പക്ഷേ ഇപ്രാവശ്യം പടിഞ്ഞാറേ നടയിൽ വരാതെ വലിയ പൂക്കളം ഇട്ടത് കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ഒരു ചെറിയ പൂക്കളമായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ പൂക്കളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാ. ഞങ്ങൾക്ക് പിന്നെ ഭാഗ്യമുള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ഇവിടെ വന്നിറങ്ങിയപ്പോൾ തൊട്ട് പിന്നെ എന്തായാലും മഴയില്ല. ഭാഗ്യത്തിന് നല്ല രീതിക്ക് തൊഴുത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. പിന്നെ ഇനി പടിഞ്ഞാറ് നാട്ടിൽ ഏറ്റവും ഫ്രണ്ടിലായിട്ട് വലിയൊരു പൂക്കൾ ഇട്ടിട്ടുണ്ട്, അതും കാണാൻ വേണ്ടി ഞങ്ങൾ പോകണം കേട്ടോ. ഇനി ഇതൂടെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഒരു ഓണം കൂടെ ഞങ്ങളുടെ കഴിഞ്ഞിട്ടിട്ട് നേരെ വീട്ടിലേക്ക്.